പാട്ടും കൂത്തും ഒന്നും കേൾക്കാതെ ഖുർആൻ എപ്പോഴും കേൾക്ക്. ഖുർആൻ കേട്ട രോഗം മാറും. യുദ്ഫഉ അൻ മുസ്തമിഇൽ ഖുർആനി ബൽ വൽ ആഖിറ യുദ്ഫഉ അൻ താലിൽ ഖുർആനി ശർറു ദുനിയാ. ദുനിയാവിന്റെ ഷർറുകൾ അകന്നു പോകും ഖുർആൻ ഓതിയാൽ. ആഖിറത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ കിട്ടും ഖുർആൻ കേട്ടാൽ. ഖുർആൻ കേൾക്കണം, ഓതുന്നത് കേൾക്കണം. ഈ ഓതുന്നത് കേട്ടാലും റസൂലുള്ളാഹി തങ്ങള് 2 പ്രാവശ്യം റമളാൻ മാസത്തിൽ കേൾക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കേൾക്കും, ഖുർആൻ ഇങ്ങോട്ട് കേൾക്കും. വഫാത്തിനോടനുബന്ധിച്ച് 2 പ്രാവശ്യം കേട്ടു. എല്ലാ വർഷവും റമളാൻ മാസത്തിൽ ഖുർആൻ ഓതി കൊടുക്കുമായിരുന്നു ജിബ്രീലിനോട്. കേൾക്കണം, ഖുർആൻ കേൾക്കണം. കേൾക്കലും കൂലിയുള്ള കാര്യമാണ്. ബർക്കത്തുണ്ടാവും, രോഗം മാറും. കബറിൽ നിന്ന് രക്ഷ കിട്ടും. സൂറത്തുൽ മുൽക്ക് ഓത്, ദിവസം തോറും ഓതാൻ പറ. സൂറത്തുൽ വാഖിഅ ഓത്, സൂറത്തുൽ ദുഹാൻ ഓത്. എല്ലാ ദിവസവും മാനസിക പ്രശ്നം, പൈശാചിക പ്രശ്നം, ഷൈത്താൻ ഉണ്ടെന്ന് ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഇൻഷാ അല്ലാഹ് വല്ലാഹി ഇവിടെ വെച്ച് പറയുന്നു. ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. സൂറത്തുൽ ബഖറ വീട്ടിൽ 21 ദിവസം ഉറക്ക ഓത്. 21 ദിവസം സൂറത്തുൽ ബഖറ വീട്ടിൽ ഉറക്ക ഓതണം. ഉറക്ക നിങ്ങൾ ഓത്. കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ഓത്. ആ വെള്ളത്തിൽ ഓത്. അതുകൊണ്ട് കുടിക്ക്. അതൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒഴിക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വീട്ടിൽ ഏത് ശൈത്താന്റെ ഷർറുണ്ടോ ഇൻഷാ അല്ലാഹ് പോയി കിട്ടും. അതാണ് ഖുർആന്റെ മഹത്വം. ഒരുപാടുണ്ട്. പറഞ്ഞാലും തീരൂല, പറഞ്ഞറിയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. അള്ളാഹു നല്ല രീതിയിൽ പഠിക്കാനും നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കാനും നമുക്ക് ഖുർആനിന്റെ വലിയ ഒരു സ്ഥാപനം ഉണ്ടാക്കി ആ ഖുർആൻ നമ്മുടെ നാട്ടുകാർ മക്കൾ വന്ന് പഠിച്ച് ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആലിമാത്തുകളും ഹാഫിളാത്തുകളുമായി അൽഹംദുലില്ലാഹ് നാളെ ഖബർ മുതൽ സ്വർഗം വരെ ആ ഖുർആനിന്റെ മക്കളായി ജ്വലിച്ചു നിന്ന് നാളെ മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹു ഈ ഖുർആൻ കൊണ്ട് നമുക്കും നമ്മളെ സഹായിക്കുന്നവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. उलमाए देवबंद